Hi dears, എല്ലാവർക്കും മമ്മി അമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലീഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒറിജിനൽ ലീഫ് എടുത്തിട്ട് അതിൽ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഗ്ലാസ്സിൽ ഡിസൈൻ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഗ്ലാസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള ബോർഡൊക്കെ ആണെങ്കിൽ അതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും ഇത്തിരി ക്ഷമ ഉണ്ടായാൽ മതി, നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ്. ഇപ്പം ഞാൻ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ചെയ്തെടുക്കാനാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, വീഡിയോ ഇനിയും കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കാണുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. കൂടെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് അറിയണ്ട. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്ലാസ്സാണ് ഇതിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോണത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആലിലയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആലില വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വ്യത്യസ്ത വലുപ്പത്തിലുള്ള ആലിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആലിലയുടെ മുകൾ ഭാഗത്തായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്യുക. എനിക്ക് റോസ് ഭയങ്കര ഇഷ്ടം, അപ്പോൾ ആ ഒരു കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ആ ഒരു എഡ്ജ് വശമൊക്കെ നല്ല രീതിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ, എന്നാലേ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ മെല്ലെ പൊക്കിയെടുക്കുക. അപ്പോൾ പൊക്കിയെടുക്കുന്ന സമയത്ത് ഒരു കറക്റ്റായിട്ട് അല്ല അത് വന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും ആ ലീഫ് എടുത്തിട്ട് കുറച്ച് പെയിൻറ്റ് കൂടെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ വെക്കാം. ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വെക്കാൻ കഴിയുമെങ്കിൽ മാത്രം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ഒന്നും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല ഫിനിഷായിട്ട് വരും. അങ്ങനെ നമ്മൾ ഒരു ഇലയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇല അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്ര മതി, ഒരു സിമ്പിൾ വർക്കാണ്. പിന്നെ അതിന് ചെറിയൊരു തണ്ടും കൂടെ വരച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഒരു പെയിൻ്റൊക്കെ വെച്ചിട്ട് തന്നെ വേറെ ഒന്നും നമ്മൾ എടുക്കണില്ല, അത് വെച്ചിട്ട് തന്നെ നമ്മൾ മറ്റൊരു വർക്കും കൂടെ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ടും ഇതേപോലെ തന്നെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പെയിൻറ്റ് ഉണങ്ങണമെന്നില്ല, അതിന് മുമ്പായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതേപോലെ തന്നെ വലിയൊരു ആലില എടുത്തിട്ടുണ്ട്, ഒറ്റൊന്ന്. ആ ഒരു ആലില മാത്രമാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ ആ റോസ് കളർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡാർക്ക് ഷെയ്ഡുകളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ്, യെല്ലോ, അങ്ങനെ വൈറ്റ്, അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും ഒരു ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ. ഗോൾഡനൊക്കെ വന്നാൽ നല്ല രസമുണ്ടായിരിക്കും ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ആ ഗോൾഡനൊക്കെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും അങ്ങനത്തെ കളറൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് ലീഫും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് വശത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ പെയിൻ്റ് ആവാനായിട്ട് നോക്കണേ. അപ്പോഴാണ് നല്ലൊരു ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അതിന് ശേഷം നമ്മളിവിടെ ബ്ലാക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഗ്ലാസ്സിലേക്ക് ലീഫ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എഡ്ജ് വശമൊക്കെ അല്ലേ എല്ലായിടത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മെല്ലെ പൊക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പായിട്ട് വരും. ഒരൊറ്റ എണ്ണം മതി കേട്ടോ, ചെറിയൊരു ഗ്ലാസ് അല്ലേ. വലുതായതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം മാത്രം കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ നല്ല വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്.